ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ച് കുളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനം. എന്നാൽ വിഡ്ഢികളായ ഹൈറിച്ച് കുളികളെ പമ്പര വിഡ്ഢികളാക്കിക്കൊണ്ട് ഹൈറിച്ചിൻ്റെ കമ്പനി പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഫെബ്രുവരി 1 തീയതിയാണ് ഈ ഒരു കേസ് ഇവർക്കെതിരെ ഉള്ള FIR ക്വാഷ് ചെയ്യണം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ഈ ഒരു FIR ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഇത് അവസാനത്തെ ബാക്കി എല്ലാ കേസുകളും പിൻവലിച്ചതിന് ശേഷം കണ്ടുപിടിച്ച പുതിയ ഐഡിയ ആയിരുന്നു ഇത്. ഇവിടെ FIR റദ്ദാക്കുക, എല്ലാ നടപടിയും എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് കമ്പനി സീല് വെച്ച് ലീഡർമാരുടെ അക്കൗണ്ടുകൾ അടക്കം ഫ്രീസ് ആയ സമയത്താണ് ഇത് കേസ് നിലനിൽക്കുന്നില്ല, ഇത് ഒരു കള്ളക്കേസാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ FIR ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഹൈക്കോടതിയിൽ പോകുന്നത്. അപ്പോൾ 2 തീയതി ഇതിൻ്റെ ആദ്യത്തെ വാദം നടക്കുന്നു. അത് പിന്നെ 5 തീയതിയിലേക്ക് മാറ്റിവെക്കുന്നു. ഇവർ തന്നെ പറഞ്ഞു മാറ്റിവെക്കണം, 5 തീയതിയിലേക്ക് മാറ്റിവെക്കണം. കൊടുത്തവർ വരെ തന്നെ മാറ്റിവെക്കണം എന്ന് പറയുന്നവരും ഇവർ തന്നെ. 5 തീയതി വന്നു. 5 തീയതി ആദ്യം തന്നെ എണീച്ച് നിന്നിട്ട് പറഞ്ഞു ഇത് 12 തീയതിയിലേക്ക് മാറ്റിവെക്കണം. 12 തീയതി നമ്മുടെ PP അവസരമായിരുന്നു. PP പറഞ്ഞു ഈ അന്വേഷണത്തെക്കുറിച്ച് പ്രമാദമായിട്ട് ഉള്ള ഒരു കേസാണ്. അപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് ഹയർ അതോറിറ്റിയോട് അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് കഴിഞ്ഞിട്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. 27 തീയതിയിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ 27 തീയതി പറഞ്ഞു, അന്നും PP കൂടെ ആയിരുന്നു. PP പറഞ്ഞു ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണം. അങ്ങനെ 5/3 കേസ് മാറ്റിവെക്കുന്നു. ഒരു മാസം കഴിഞ്ഞു. ആ സമയത്ത് 5/3 വീണ്ടും ഇവരുടെ വാദികളുടെ സമയമായിരുന്നു. ഹൈറിച്ചിൻ്റെ വലിയ സീനിയർ വക്കീൽ പറഞ്ഞു 13 തീയതിയിലേക്ക് മാറ്റിവെക്കണം എന്ന്. ശരി. അപ്പോൾ പിന്നെ 13 തീയതി വീണ്ടും ഹൈറിച്ചിൻ്റെ വക്കീൽ പറഞ്ഞു 1 തീയതിയിലേക്ക് മാറ്റിവെക്കണം. അപ്പോൾ അങ്ങനെ കേസ് കൊടുത്തവർ തന്നെ 4 തവണ മാറ്റിവെച്ച ഒരു കേസായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇതുവരെ ഒരു വാക്ക് പോലും വാദമായിട്ട് വന്നിട്ടില്ല എന്നതാണ്. കേസ് തുടങ്ങുന്നതിന് മുമ്പിലെ വാദിക്കുന്നതിന് മുമ്പിലെ അല്ലെങ്കിൽ കേസ് വിളിക്കുന്നതിന് മുമ്പിലെ കേസ് അഡ്ജോൺ ടു ഇത്ര തീയതി എന്ന് മെസ്സേജ് വരുന്ന അവസ്ഥയിലേക്കാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഇന്ന് കേസ് കോടതി കൂടിയിരുന്നത് 10:15 10:20 മെസ്സേജ് വന്നിരിക്കുന്നു. ഹൈറിച്ചിൻ്റെ കേസ് 204 മറ്റോ ആണ് ഇന്നത്തെ നമ്പർ. 204 എന്നൊക്കെ പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ ശേഷം മാത്രമേ അതിൻ്റെ സാധാരണ രീതിയിലാണെങ്കിൽ 12 മണിക്ക് ശേഷമാണ് അതിൻ്റെ വാദം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ 10:20 മെസ്സേജ് വന്നിരിക്കുകയാണ് ഹൈറിച്ചിൻ്റെ കേസ് 11 തീയതിയിലേക്ക് മാറ്റി വച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. വിഡ്ഢികളായ ഹൈറിച്ച് വിളികളെ നിങ്ങളെ പമ്പര വിഡ്ഢികളാക്കിയിരിക്കുന്നു നിങ്ങളുടെ കമ്പനി. അപ്പോൾ ഇതിൽ നിക്ഷേപിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, വലിയ രീതിയിൽ നിക്ഷേപിച്ച അല്ലെങ്കിൽ ഒരു ലീഡർ പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് പോയിരിക്കുന്നു. അവരും തന്നെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീനാഥ് പ്രതാപനെയും അല്ലെങ്കിൽ പ്രതാപനെതിരെയൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ വഞ്ചിച്ചു, ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ മറവിലാണ് അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൻ്റെ മികച്ച വരുമാനം സാധ്യതകൾ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് നമ്മളിങ്ങനെ നിക്ഷേപിച്ചിരുന്നത് എന്നും പറഞ്ഞിട്ട് എല്ലാവരും തന്നെ കേസിന് പോവുകയാണ്. അപ്പോൾ അവർ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല, അവർ വളരെ സീക്രട്ടായിട്ട്. നാണക്കേടാണല്ലോ ഇത്. ഈ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത പൈസ അല്ലെങ്കിൽ ഇത്രയും വലിയ പൈസയൊക്കെ ഇത്തരം തട്ടിപ്പുകളിൽ പോയിട്ട് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് ഇവർ വളരെ സീക്രട്ടായിട്ടുള്ള ഓപ്പറേഷനാണ്. കോടതി മുഖേനയും വക്കീലിനെ കണ്ട് കോടതിയിൽ ഹർജി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണമെന്നും പോലീസ് അന്വേഷിക്കണം, ഈ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. പക്ഷേങ്കിൽ ചെറിയ ചെറിയ ലക്ഷങ്ങളിട്ടവർ 50,000-ഉം 1,00,000-ഉം 5,00,000-ഉം ഒക്കെ ഇട്ടവർ ഇപ്പോഴും വിചാരിക്കുന്നു ഇതിനെന്തോ വലിയ സംഭവങ്ങൾ നടത്തുന്നുണ്ട്, കമ്പനി എന്തോ വലിയ സംഭവങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 തീയതി തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലും അത് തീരുമാനമായിരിക്കുന്നു. ഇനിയിപ്പോൾ വെക്കേഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും വെക്കേഷൻ വരെ ഉന്തി തള്ളി നിൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ശ്രീനാഥ് പ്രതാപനെയൊക്കെ വിളിച്ചിട്ടും അവരുടെയൊക്കെ വീട്ടിൽ പോയി കണ്ടിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്
അവസ്ഥ നിന്ന് ഹൈറിച്ചോളികളെ ഒരിക്കൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് വേറൊരു കേസും കൂടിയുണ്ട്, പിന്നെ സെഷൻ കോർട്ടിലെ കേസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. ബൈ.